ഹായ്, നമുക്കിന്ന് ചീനിയും മീനും വെച്ചെടുക്കാമേ. അതിന് അയില മീനാണ് കിട്ടിയേക്കുന്നത്. അയില മീൻ വറുത്തരച്ചാണ് വെക്കുന്നത് കേട്ടോ. അതിന് തേങ്ങയും കൊച്ചുള്ളിയും കൂടെ ഞാൻ വറക്കുവാണേ. അത് നല്ല വരണ്ട് വന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ തീയലിനൊക്കെ വറക്കത്തില്ലേ, അതുപോലെ ആയി കഴിയുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. 3 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ശകലം മഞ്ഞൾപ്പൊടിയും ഉലുവാപ്പൊടി ഇത്രയും ചേർത്ത് നല്ലപോലെ വറുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുമ്പം ഗ്യാസിൽ നിന്ന് ഇറക്കി വെക്കാമേ. എന്നിട്ട് ഇതിൻ്റെ ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു 2 കൊച്ചുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതാണ് ഏതാണ്ട് ഇതുപോലെ ബ്രൗൺ കളറിലാവുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇച്ചിരി വെള്ളം ചേർത്താണ് അരച്ചേ. ഒന്ന് അരഞ്ഞു കഴിയുമ്പോൾ അരപ്പ് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കുടംപുളിയും ഉപ്പും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വെക്കാമേ. എന്നിട്ട് അടച്ചു വെച്ച് ഒന്ന് തിള വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ചീനി ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ. ഇപ്പോൾ തിളയൊക്കെ വന്നിട്ടുണ്ട്. മീനിന് ചെറുതായിട്ട് അരിഞ്ഞ വെച്ചാൽ ചീനി ഒരു 5-6 വെള്ളത്തിൽ കഴുകണം. എൻ്റെ കഞ്ഞിവെള്ളം പോലത്തെ ആ വെള്ളം മാറുന്നവരെ. എന്നിട്ട് തിള വരുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അത് ഊറ്റിക്കളഞ്ഞ് അരപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് ആവി കയറ്റിയിട്ട് ഇറക്കി വെച്ച് നല്ലപോലെ ഇളക്കി പച്ച വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഇളക്കിയെടുത്ത് അതാണ്ട് ചീനി റെഡിയായി. പിന്നെ മീൻകറി ഇതാണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ചീനി മീൻകറി ആയിരുന്നു കേട്ടോ. ബൈ.